ഓണത്തിന് ജന്മം നൽകി വളർത്തിയ സ്വന്തം അച്ഛനും അമ്മയ്ക്കും കൊടുത്തില്ലെങ്കിൽ എത്ര വലിയ വിലയുള്ള ഓണക്കോടി ഉടുത്തിട്ടും ഓണസദ്യ ഉണ്ടിട്ടും ഒരു കാര്യവുമില്ല. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഓണക്കോടിയുടെ പ്രാധാന്യവും അതിൻ്റെ തത്വവും അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒക്കെ പ്രതീകമാണല്ലോ നമ്മുടെ ഓണം. മലയാളി ഏക മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. കള്ളവും ചതിയും പൊളിവചനവുമില്ലാത്ത ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കൽ. ഓണക്കളി, ഓണപ്പാട്ട്, ഓണച്ചന്തകൾ, ഓണക്കോടി, ഓണസദ്യ, അങ്ങനെ പോകുന്നു ഓണത്തിൻ്റെ വിശേഷങ്ങൾ നിരവധി അനവധിയായി. ഇവിടെ നമ്മുടെ വിഷയം ഓണക്കോടിയാണ്. നമ്മുടെ കുട്ടിക്കാലം മുതലേ നമ്മൾ എത്ര ഓണക്കോടികൾ ഇട്ടിട്ടുണ്ട്, എത്ര ഓണത്തിന് ഒന്ന് ഓർത്തു നോക്കി. പണ്ടൊക്കെ വളരെ ദാരിദ്ര്യമുള്ള സമയത്ത് പോലും നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ കടം മേടിച്ചിട്ടായാലും നമുക്ക് ഓണക്കോടി മേടിച്ച് തന്നിട്ടുണ്ട് ഇല്ലേ. ഇപ്പോൾ നമ്മൾ വളർന്ന് വലിയ ആൾക്കാരായി, വലിയ ജോലിയൊക്കെ കിട്ടി, ധാരാളം പണം സമ്പാദിക്കുന്നവരായി അല്ലേ. ഇന്ന് എല്ലാവരുടെയിലും എല്ലാ സൗകര്യങ്ങളുമുണ്ട്, പക്ഷേ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. കഴിഞ്ഞ കാലങ്ങളെ മറക്കുന്ന ഒരു പ്രവണത മനുഷ്യ മനസ്സുകളിൽ കയറിപ്പറ്റിയിരിക്കുന്നു. പ്രായമായവരൊക്കെ ഉപയോഗശൂന്യമായി ഒരധികപ്പറ്റായി വീടിൻ്റെ ഏതെങ്കിലും മൂലകളിൽ കാണുന്ന ഒരു വിശേഷം ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അവർ ഉണ്ടായതുകൊണ്ടല്ലേ നമ്മളുണ്ടായത്, അവർ വളർത്തിയതുകൊണ്ടല്ലേ നമ്മൾ വലുതായത്. നമ്മളെ സ്നേഹിച്ച് സഹായിച്ച് കൂടെ നിർത്തിയ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എത്രയോ പേരുണ്ട്, അവരെ ഓർക്കണ്ടേ. നമ്മൾ വീടിനുള്ളിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഉടുക്കാൻ നല്ലൊരു വസ്ത്രമില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന എത്രയോ പേരുണ്ട്. അവരെയൊക്കെ ഓർക്കാൻ വർഷത്തിലൊരിക്കൽ വരുന്ന ഈ ഓണത്തിനെങ്കിലും സാധിക്കണ്ടേ. ജന്മം നൽകി വളർത്തി വലുതാക്കി ഒരുപാട് ഓണം മുട്ടിച്ച സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു കൈലിമുണ്ടെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്തോണം, ചിന്തിച്ചു നോക്കൂ. നമ്മൾ പുറമേ നല്ല വാസന സോപ്പൊക്കെ തേച്ച് കുളിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ള്, നമ്മുടെ മനസ്സ് എത്രമാത്രം ശുദ്ധമായിരിക്കും അല്ലെ ആവണം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായിരിക്കട്ടെ ഈ ഓണത്തിനുള്ള സന്ദേശം. അത് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ അറിയാനും സാധിക്കണം. ശരി പ്രിയരെ, ഈ സന്ദേശം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു.